അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 23-ാം യൂണിറ്റിലെ അവസാനത്തെ ഭാഗമാണ്. ഈ ഭാഗത്തിൽ സക്കരിയ താമിറിനെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് സക്കരിയ താമിർ രണ്ട് കാര്യം കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്. ഒന്ന്, അദ്ദേഹം വളരെയധികം എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ വിഷമങ്ങളും അതേപോലെ തന്നെ ദുഃഖങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് പറയാനുള്ള കഴിവുണ്ട്. ചില സമയങ്ങളിൽ അദ്ദേഹം സ്വന്തം ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ പറയും. ചില സമയത്തിൽ ഈ സൊസൈറ്റിയുടെ ദുഃഖമൊക്കെ സൊസൈറ്റിയുടെ ഈ സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധി എന്നോണം അദ്ദേഹം ആ രീതിയിലും പറയാറുണ്ട്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം സിറിയയിലുള്ള ആളുകളുടെ മാത്രമല്ല, മറിച്ച് ഈ അറബി ലോകത്തിൽ തന്നെ ഷോർട്ട് സ്റ്റോറിയിലെ ലീഡർമാരിൽപ്പെട്ട ഒരു ലീഡറാണ് അദ്ദേഹം. അറബി ഷോർട്ട് സ്റ്റോറികളിലെ ഒരു കവിയായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കാം. സാഹിത്യമായിട്ടോ ഇൽമോ ആയിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്തൊരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1931 അദ്ദേഹത്തിൻ്റെ ജനനം. വളരെയധികം ദരിദ്രമായിട്ടുള്ള ഒരു കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചിരുന്നത്. അദ്ദേഹം ജനിച്ച ആ ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലമൊക്കെ ഈ സിറിയ, അദ്ദേഹത്തിൻ്റെ നാട് സിറിയാണ് നമ്മൾ പറഞ്ഞു. സിറിയ ഫ്രഞ്ച് അധിനിവേശത്തിൻ്റെ കീഴിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ രചനകളിലെല്ലാം അതിൻ്റെ ഒരു സ്വാധീനവും നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തൊക്കെ അദ്ദേഹം ഒരു ഹദ്ദാദിൻ്റെ ഫാക്ടറിയിൽ, അഥവാ ഒരു കൊല്ലപ്പണിക്കാരൻ്റെ ഫാക്ടറിയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം നാദിയ അദ്ഹം എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം ചെയ്യുകയും അതിൽ 2 മക്കളുണ്ടാവുകയും ചെയ്തു. ഒരാളുടെ പേര് അദ്ഹമും ഒരാളുടെ പേര് ഉമറും. പിന്നീട് അദ്ദേഹത്തിൻ്റെ പഠനവും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അദ്ദേഹം ഒരു റെഗുലറായിട്ട് കോളേജിലോ അല്ലെങ്കിൽ മദ്രസയിലോ ഒന്നും പഠിച്ചിരുന്നില്ല. മറിച്ച് മദ്രസത്തുൽ ഇബ്തിദായിയ, എലമെൻ്ററി മദ്രസയിൽ അദ്ദേഹം പഠിച്ചിരുന്നു. കുറച്ചു കാലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കകാലത്തിൽ കുറച്ചു കാലം അദ്ദേഹം എലമെൻ്ററി മദ്രസയിലൊക്കെ പോയിരുന്നു. പിന്നീട് അത് നിർത്തുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ജോലിയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയും ചെയ്തു. ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കൊല്ലൻ്റെ ഫാക്ടറിയിലെ അവിടുത്തെ സ്വാഹിബുൽ മസ്ന, ആ ഫാക്ടറി ഉടമയുടെ ഒരു സഹായിയായിട്ടായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. പക്ഷേ അദ്ദേഹം എപ്പോഴും സാഹിത്യ ഗ്രന്ഥങ്ങളെല്ലാം, അത് അറബ് സാഹിത്യങ്ങളാണെങ്കിലും ശരി, അല്ലെങ്കിൽ അറബി അല്ലാത്ത ഭാഷകളിലുള്ള സാഹിത്യങ്ങളാണെങ്കിലും ശരി, അദ്ദേഹം എല്ലാം വായിക്കുകയും അതേപോലെ അതിൽ നിന്ന് ഉപകാരമെടുക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതലേ അദ്ദേഹം നന്നായിട്ട് വായിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെടുന്ന ഏത് പുസ്തകവും അദ്ദേഹം വായിക്കും. സാഹിത്യത്തിനോടും കലയോടൊക്കെ വളരെയധികം താല്പര്യം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് ഒരു കൊല്ലപ്പണിക്കാരൻ്റെ ഫാക്ടറിയിൽ അധിക കാലമൊന്നും ജോലിയിൽ തുടരാൻ കഴിഞ്ഞില്ല. 1960 അവിടെ നിന്ന് ജോലിയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു പ്രിൻറ്റിംഗ് മീഡിയയിലേക്ക് അദ്ദേഹം ജോലിക്ക് വരുന്നുണ്ട്. സിൽക്കുൽ ആലാമുൽ മത്ബായി എന്ന് പറയും, അവിടെ അദ്ദേഹം ജോലിക്ക് വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം വസാറത്തു സഖാഫത്ത് ദിമഷ്കിലെ സാംസ്കാരിക മിനിസ്ട്രിയിൽ അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥനായിട്ട് ജോലി ലഭിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഒരുപാട് മാഗസീനിലെ ചീഫ് എഡിറ്ററായിട്ടും അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. ഏത് മാഗസീൻ്റെ പേര് പറയുകയാണെങ്കിൽ അൽ മാരിഫ, അതേപോലെ തന്നെ അൽ ഇത്തിഹാദ്, അങ്ങനെ ഒരുപാട് മാഗസീനിൽ അദ്ദേഹം ചീഫ് എഡിറ്ററായിട്ടും ജോലി ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു അൽ കിതാബത്തുൽ മിഹ്ന, അദ്ദേഹത്തിൻ്റെ ആ ഒരു റൈറ്റിംഗ് മേഖല, ജീവിതത്തിൻ്റെ അവസാനത്തെ കാലത്ത് അദ്ദേഹം പൂർണ്ണമായിട്ടും എഴുത്തിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞിടുകയായിരുന്നു. 1980 അദ്ദേഹം സിറിയയിൽ നിന്ന് പൂർണ്ണമായിട്ടും പോവുകയും ലണ്ടനിലേക്ക് അദ്ദേഹം ചേക്കേറുകയും ചെയ്തു. അവിടെ ഏകദേശം 10 വർഷത്തോളം അദ്ദേഹം ജീവിച്ചതിന് ശേഷം 1990 അദ്ദേഹം മദീനത്തു ഓക്സ്ഫോർഡിലേക്ക് അവിടെ നിന്ന് പോവുകയും ചെയ്തു, ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം അവിടെയാണ് ജീവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരുപാട് കഥകൾക്ക് അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ, അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കഥാപരമായിട്ടുള്ള കൃതികളുടെ ഒരു നോക്കുകയാണെങ്കിൽ അദ്ദേഹം വലിയ ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കഥാസമാഹാരങ്ങൾ ഏകദേശം 10ഓളം എഴുതിയിട്ടുണ്ട്. അതിൽ ചിലത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൊഹീലുൽ ജവാദിൽ അബിയൽ, റബിയോം ഫിർ റമാദ് എന്ന് പറയുന്ന വറാദ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കൃതികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് അടുത്തതായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അന്നുമോർ ഫി യോമിൽ ആഷിരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു കഥയാണ് നമുക്ക് നോക്കാനുള്ളത്. കൂട്ടി അടക്കപ്പെട്ട ഒരു കടുവയുടെ കഥയാണ് ഇവിടെ പറയുന്നത്. ആ കടുവയുടെ കൂടിൽ നിന്ന് ഒരുപാട് വിദൂരത്താണ് അതിൻ്റെ കാടുള്ളത്. പക്ഷേ ആ കടുവയ്ക്ക് ആ കാടിനെ ഒരിക്കലും മറക്കാനും കഴിയുന്നില്ല. കടുവയുടെ കൂടിന് ചുറ്റും ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിന്നുകൊണ്ട് ആശ്ചര്യത്തോടു കൂടെ ഒരു ഭയവുമില്ലാതെ കടുവയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിൽ ഒരാൾ വന്ന് വളരെ ശാന്തമായിട്ടുള്ള ശബ്ദത്തിൽ ഒരു കടുവയോട് കൽപ്പിക്കുന്നത് പോലെ എന്തോ പറയുന്നു. അപ്പോൾ ഈ സമയത്ത് ഇവരുടെ ട്രെയിനറായിട്ടുള്ള കുറച്ച് ആളും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസുമാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ട്രെയിനർ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ കടുവയെ, ഈ ഒരു ടൈഗറിനെ എങ്ങനെയാണ് മെരുക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾ ഒരു സമയത്തും മറക്കാതിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എതിരാളിയുടെ ആമാശയമാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യമെന്നുള്ളത്. അഥവാ എതിരാളിയെ, അഥവാ ഈ മൃഗങ്ങളൊക്കെ എന്താണ് പട്ടിണിക്കിട്ടുകൊണ്ട് അവരെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു,
ഈ കടുവയുടെ കൂട്ടിനടുക്കലേക്ക് വന്നാട് പറഞ്ഞു, ഈ കടുവകളൊക്കെ മെരുക്കുക എന്നുള്ളത് ഒരേ സമയം വളരെ എളുപ്പവും അതേപോലെ തന്നെ വളരെ റിസ്ക്കും നിറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഈ കടുവയിലേക്ക് നോക്കൂ. ആ കടുവയിൽ ഒരു വൈൽഡായിട്ടുള്ള ക്രൂരമായിട്ടുള്ളൊരു കടുവയാണിത്. അതേപോലെ തന്നെ ഈ കടുവയ്ക്ക് അതിൻ്റെ സ്വാതന്ത്ര്യത്തിലും അതിൻ്റെ ശക്തിയിലും അതിൻ്റെ പിടുത്തത്തിലും വലിയ അഹങ്കാരമുള്ള കടുവയാണ്. പക്ഷേ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഈ കടുവ ഒരു ചെറിയ കുട്ടിയെപ്പോലെ മൃദുവായിത്തീരും. ആ രീതിയിൽ കടുവ മാറിപ്പോകും. ഭക്ഷണമില്ലാത്തവൻ്റെയും ഭക്ഷണമുള്ളവൻ്റെയും ഇടയിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ ഇനി കാണും. നിങ്ങൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക, പഠിക്കുക എന്ന് പറഞ്ഞു. ആ സമയത്ത് വിദ്യാർത്ഥികളെല്ലാം വളരെ ആവേശത്തോടു കൂടെ പറഞ്ഞു, ഞങ്ങളെല്ലാം നല്ല താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ്, ഞങ്ങളെല്ലാം നല്ല മുഖ്ലിസീങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികളാണെന്ന് അവരെല്ലാവരും പറഞ്ഞു. ആ സമയത്ത് വളരെ സന്തോഷത്തോടു കൂടെ ചിരിച്ചുകൊണ്ട് ആ ട്രെയിനർ നമ്മൾ ഈ കടുവയോട് തിരിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. ഒരു പരിഹാസ രൂപേണ കടുവയോട് പറഞ്ഞു, എങ്ങനെയുണ്ട് നമ്മുടെ അതിഥിയുടെ അവസ്ഥ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ആ സമയത്ത് കടുവ പറഞ്ഞു, എനിക്ക് ഭക്ഷിക്കാനുള്ള സമയമായിട്ടുണ്ട്, എൻ്റെ ഭക്ഷണം എവിടെ, എനിക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരൂ എന്ന് കടുവ പറഞ്ഞു. ആ സമയത്ത് ഒരു കൃത്രിമമായിട്ടുള്ള ആശ്ചര്യത്തോടു കൂടെ ഈ ട്രെയിനർ കടുവയോട് ചോദിക്കുന്നുണ്ട്, നീ എന്നോട് കൽപ്പിക്കുകയാണോ? നീ എൻ്റെ കൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നീ മനസ്സിലാക്കണം, ഇവിടെ കൽപ്പിക്കാനുള്ള അധികാരം ഇപ്പോൾ എനിക്ക് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് കടുവ പറഞ്ഞു, ഒരാളും എന്നോട് കൽപ്പിക്കാൻ നിൽക്കണ്ട, ഞാൻ കടുവയാണ്, എന്നോട് ആരും കൽപ്പിക്കരുത് എന്ന് പറഞ്ഞു. ആ സമയത്ത് ട്രെയിനർ പറഞ്ഞു, നീ ഇപ്പോൾ ഒരു കടുവയല്ല, മറിച്ച് കടുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കാട്ടിലായിരിക്കുമ്പോഴാണ് കടുവയായിരിക്കുക. പക്ഷേ നീ ഇപ്പോൾ കൂട്ടിലാണുള്ളത്. നീ ഇപ്പോൾ വെറും ഒരു അടിമ മാത്രമാണ്. നീ എൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും ഞാൻ ഉദ്ദേശിക്കുന്നതിന് നീ ചെയ്യുകയും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് കടുവ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരാളുടെയും അടിമയാകുകയില്ല. ആ സമയത്ത് ട്രെയിനർ പറഞ്ഞു, നീ എന്നെ അനുസരിക്കൽ അനിവാര്യമാണ്, കാരണം ഇവിടെ എൻ്റെ അടുക്കലാണ് ഭക്ഷണമുള്ളത്. കടുവ പറഞ്ഞു, എനിക്ക് നിൻ്റെ ഭക്ഷണമൊന്നും വേണ്ട. ട്രെയിനർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന അത്രയും കാലം നീ പട്ടിണി കിടന്നു. നിനക്കിഷ്ടപ്പെടാത്തൊരു കാര്യവും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നില്ല. എന്നിട്ട് ട്രെയിനർ ഈ വിദ്യാർത്ഥികളുടെ മുമ്പിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കാണാം ഈ കടുവ എങ്ങനെയാണ് മാറുന്നത്. ഇപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയൊന്നും ആവില്ല നാളെ ഈ കടുവയുടെ അവസ്ഥ. കാരണം ഇവൻ ഈ ഉയർത്തിപ്പിടിക്കുന്ന ഈ അഹങ്കാരത്തിൻ്റെ തല, ആ അഹങ്കാരം അവൻ്റെ വയറ് നിറക്കുകയില്ല. അവന് വിശക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് അവൻ കേൾക്കും എന്ന് ട്രെയിനർ വിദ്യാർത്ഥികളോട് പറഞ്ഞു. അങ്ങനെ കടുവക്ക് വിശക്കാൻ തുടങ്ങി. കാട്ടിലൂടെ ഇരകളെ തേടിക്കൊണ്ട് കാറ്റിനെ പോലെ അവൻ ഓടി നടന്ന ആ ഒരു ദിവസങ്ങൾ അവനങ്ങനെ ഓർത്തുകൊണ്ടേയിരുന്നു. 2-ാം ദിവസമായപ്പോൾ ഈ കുട്ടികളും അതേപോലെ തന്നെ ട്രെയിനറും ആ കൂടിൻ്റെ അടുക്കലേക്ക് വീണ്ടും വന്നു. ആ ട്രെയിനർ കടുവയോട് ചോദിച്ചു, നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കറിയാം നിനക്ക് വിശക്കുന്നുണ്ട്, നീ എന്ത് ചെയ്യുക, നീ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി, ഞാൻ നിനക്ക് ഭക്ഷണം തരാം. കടുവ കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാകുന്നു. ആ സമയത്ത് വീണ്ടും ട്രെയിനർ പറഞ്ഞു, ഞാൻ പറയുന്നത് നീ ചെയ്യുന്നതാണ് നിനക്ക് നല്ലത്, നീ വിഡ്ഢിയാവരുത്, നീ പറയൂ, നിനക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയൂ, ഞാൻ നിനക്ക് ഭക്ഷണം നൽകാം. ആ സമയത്ത് കടുവ പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്. ആ സമയത്ത് കുട്ടികളോട് ചിരിച്ചുകൊണ്ട് ഈ ട്രെയിനർ പറയുന്നുണ്ട്, ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു ട്രാപ്പിലേക്കാണ് ഇപ്പോൾ ഈ കടുവ വീണിട്ടുള്ളത്. അഥവാ വിശപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു ട്രാപ്പാണ്. എന്നിട്ട് ഈ ട്രെയിനർ അയാളെന്താണ് ഒരുപാട് കൽപ്പനകൾ കടുവയോട് കൽപ്പിക്കാൻ തുടങ്ങി. 3-ാം ദിവസം ഈ ട്രെയിനർ വന്നുകൊണ്ട് കടുവയോട് പറഞ്ഞു, ഇന്ന് നിനക്ക് ഭക്ഷണം വേണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. കടുവ പറഞ്ഞു, ഞാൻ ഒരാളെയും അനുസരിക്കുകയില്ല. അന്നേരം ട്രെയിനർ പറഞ്ഞു, നീ അങ്ങനെ ബുദ്ധിമുട്ടാവൊന്നും വേണ്ട, ഞാൻ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെ നിന്നോട് കൽപ്പിക്കുകയുള്ളൂ. നീ കൂടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാറില്ലേ, ഞാൻ പറയുന്ന സമയത്ത് നീ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ മതി. അന്നേരം കടുവ സ്വയം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ലേ, ഞാൻ വെറുതെ ഇങ്ങനെ വാശി പിടിച്ച് വെറുതെ എന്തിനാണ് പട്ടിണി നടക്കുന്നത്. അങ്ങനെ ഈ ട്രെയിനർ അട്ടഹാസത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൽ, വളരെ ശക്തമായിട്ടുള്ള ശബ്ദത്തിൽ കൽപ്പിച്ചുകൊണ്ട് ആ കടുവയോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ആ കടുവ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു. വളരെ സന്തോഷത്തോടു കൂടെ ട്രെയിനർ കടുവയോട് പറഞ്ഞു, നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കടുവക്കും സന്തോഷമായി. കടുവയുടെ ഭക്ഷണവും കിട്ടി. എന്നിട്ട് ആ ട്രെയിനർ വിദ്യാർത്ഥികളോട് പറഞ്ഞു, അടുത്ത ദിവസം ഈ കടുവ ഒരു പേപ്പർ കടുവ പോലെ ആയിപ്പോവും, കാരണം നമ്മൾ പറയുന്നതൊക്കെ ഈ കടുവ കേൾക്കാൻ തുടങ്ങും. 4-ാമത്തെ ദിവസമായപ്പോൾ കടുവ ട്രെയിനറിനോട് ഇങ്ങോട്ട് വന്ന് പറയാൻ തുടങ്ങി, നിങ്ങൾ എന്നോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയൂ, ഞാൻ എഴുന്നേറ്റ് നിൽക്കാം, എനിക്കുള്ള ഭക്ഷണം തരൂ എന്ന് പറയാൻ തുടങ്ങി. ആ സമയത്ത് ഈ ട്രെയിനർ കുട്ടികളോട് പറഞ്ഞു, കടുവ എൻ്റെ കൽപ്പനകളൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ട്രെയിനർ കടുവയോട് പറഞ്ഞു, ഇന്ന് നിനക്ക് ഭക്ഷണം കിട്ടണം എന്നുണ്ടെങ്കിൽ നീ പൂച്ചയെ പോലെ ശബ്ദമുണ്ടാക്കണം. ആ സമയത്ത് കടുവ പൂച്ചയെ പോലെ ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ചു നോക്കി, പക്ഷേ അത് ശരിയായില്ല.
ആ സമയം ട്രെയിനറുടെ മുഖം ചുളിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിന്റെ ഈ ഒരു പരിശ്രമം അത് വളരെ പരാജയമായിരുന്നു. കടുവ വീണ്ടും പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ അതും ട്രെയിനറിന് ഇഷ്ടപ്പെട്ടില്ല. ട്രെയിനർ പറഞ്ഞു, നീ ഉണ്ടാക്കുന്നതൊന്നും ശരിയാവുന്നില്ല, നീ മിണ്ടാതിരിക്കുക. അപ്പോൾ നീ ഇനി നന്നായിട്ട് പരിശ്രമിച്ച് നാളെ ഞാൻ വരുമ്പോഴേക്കും നീ നല്ല രീതിയിൽ പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കാൻ പഠിച്ചിരിക്കണം. നാളെ നിനക്ക് ഞാൻ ടെസ്റ്റ് വെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ട്രെയിനർ അവിടെ നിന്ന് പോവുകയായിരുന്നു. അങ്ങനെ നാളെ നീ നല്ലപോലെ ഈ പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ നിനക്ക് ഭക്ഷണം ലഭിക്കും, അല്ലെങ്കിൽ നീ വീണ്ടും പട്ടിണി കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ട്രെയിനറും വിദ്യാർത്ഥികളും എല്ലാം ഈ കടുവയുടെ കൂടിനടുത്ത് നിന്ന് വിദൂരത്തേക്ക് ഇങ്ങനെ നടന്നുപോയി. ആ സമയത്ത് കടുവ തൻ്റെ കാടിനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷേ കാടാവട്ടെ വളരെ ദൂരത്തുമാണ്. 5-ാമത്തെ ദിവസമായപ്പോഴേക്കും വീണ്ടും ട്രെയിനർ വന്നു. കടുവയോട് പറഞ്ഞു, നീ നല്ല രീതിയിൽ പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ നിനക്ക് വലിയൊരു നല്ല ഫ്രഷ് ആയിട്ടുള്ള മാംസം ഞാൻ നിനക്ക് നൽകാം എന്ന് പറഞ്ഞു. ആ സമയം പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടുവ ട്രൈ ചെയ്യുന്നു. അത് ശരിയാകുന്നു. ആ സമയം ട്രെയിനർ കടുവയെ അഭിനന്ദിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടെ ക്ലാപ്പ് അടിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നീ നന്നായിട്ട് പൂച്ചയെ പോലെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കടുവക്ക് വലിയൊരു ഇറച്ചി കഷ്ണം കൊടുക്കുകയും ചെയ്തു. 6-ാം ദിവസവും ഇതേപോലെ തന്നെ കടുവയുടെ അടുക്കലേക്ക് ട്രെയിനർ വരികയും എന്നിട്ട് കടുവയോട് പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കാനും പറയുകയും ചെയ്തു. അന്നേരം ട്രെയിനർ പറഞ്ഞു, ഇന്ന് നീ ഇനി പൂച്ചേൻ്റെ ശബ്ദം ഉണ്ടാക്കണ്ട, ഇന്ന് നീ കഴുതയുടെ ശബ്ദം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. കടുവ പറഞ്ഞു, കാട്ടിലെ മൃഗങ്ങളെല്ലാം എന്നെ ഭയക്കുന്നതാണ്. ഞാൻ ആരാണ്? ഞാൻ കടുവയാണ്. ഞാനൊരു കഴുതയെ അനുകരിക്കാനോ? ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. ട്രെയിനർ ഒന്നും മിണ്ടിയില്ല. അയാൾ ആ കൂടിനടുക്കൽ നിന്ന് വിദൂരത്തേക്ക് നടന്നുപോയി. 7-ാം ദിവസം വീണ്ടും അയാൾ വന്നു. എന്നിട്ട് കടുവയോട് ചോദിച്ചു, നിനക്ക് വിശക്കുന്നില്ലേ? കടുവ പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. അന്നേരം ട്രെയിനർ പറഞ്ഞു, നിനക്കുള്ള ഇന്നത്തെ ഭക്ഷണത്തിന് ഒരു വിലയുണ്ട്. ആ വില നീ കഴുതയെ പോലെ ശബ്ദം ഉണ്ടാക്കലാണ്. നീ കഴുതയെ പോലെ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിനക്ക് ഭക്ഷണം ലഭിക്കും. അപമാനത്താൽ കണ്ണുകൾ അടച്ചുകൊണ്ട് കടുവ കഴുതയുടെ ശബ്ദം ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ അതും ശരിയായിട്ടില്ല. ആ സമയം ട്രെയിനർ പറഞ്ഞു, നീ ഉണ്ടാക്കിയതൊന്നും ശരിയായിട്ടില്ല, എങ്കിലും എൻ്റെ വാത്സല്യം കൊണ്ട് ഞാൻ നിനക്ക് ഭക്ഷണം നൽകാം എന്ന് പറഞ്ഞ് ചെറിയൊരു ഇറച്ചി കഷ്ണം കടുവയ്ക്ക് നൽകി. 8-ാം ദിവസം ട്രെയിനർ വന്നു പറഞ്ഞ് കടുവയോട് പറഞ്ഞു, ഞാൻ ഇന്ന് നിൻ്റെ മുമ്പിൽ ഒരു ചെറിയ പ്രസംഗം പ്രസംഗിക്കും. ഞാൻ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ നീ നിനക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ നീ ക്ലാപ്പ് അടിക്കണം. അന്നേരം കടുവ പറഞ്ഞു, ഞാൻ ക്ലാപ്പ് അടിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങുകയാണ്. അയ്യുഹൽ മുവാത്തിനൂൻ, പൗരന്മാരെ, ഇന്ന് നടക്കുന്ന ഈ പ്രശ്നങ്ങളിലൊക്കെ നമ്മുടെ നിലപാട് എന്താണ് എന്നുള്ളത് പല അവസരങ്ങളിലായിട്ട് നാം വിശദീകരിച്ചിട്ടുണ്ട്. നമുക്കെതിരെ ഏത് ശത്രുക്കൾ ഗൂഢാലോചന നടത്തിയാലും നമ്മുടെ നിലപാട് മാറാൻ പോകുന്നില്ല. നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ ജയിക്കും. അങ്ങനെ ഇത്രയും ഈ ട്രെയിനർ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഈ കടുവ പറഞ്ഞു, നീ പറയുന്നത് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് കടുവ പറഞ്ഞു. അന്നേരം ട്രെയിനർ പറഞ്ഞു, ഞാൻ പറയുന്നത് കൊണ്ടൊക്കെ നീ ഇഷ്ടപ്പെടണം, എന്നിട്ട് നീ ഇഷ്ടപ്പെട്ടുകൊണ്ട് നീ ക്ലാപ്പ് അടിക്കുകയും വേണം. അന്നേരം കടുവ പറഞ്ഞു, ഞാനൊന്നും ഞാനൊരു ജാഹിലാണ്, എനിക്ക് നീ പറയുന്നൊന്നും മനസ്സിലാവുകയില്ല. പക്ഷേ നിന്റെ നിന്റെ സംസാരം ആരും നന്നായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിനക്ക് എന്ത് ചെയ്യാം, നീ ഉദ്ദേശിക്കുന്നത് പോലെ ഞാൻ നിനക്ക് ക്ലാപ്പ് അടിച്ചു തരാം എന്ന് പറഞ്ഞ് കടുവ ക്ലാപ്പ് അടിച്ചു. ആ സമയത്ത് നമ്മുടെ ട്രെയിനർ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഈ കാപട്യക്കാർ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് നീ കാപട്യം കാണിച്ചിട്ടുണ്ട്, നിനക്ക് ഇഷ്ടപ്പെടാതെ നീ കൈയടിച്ചില്ലേ, അതുകൊണ്ട് നിനക്ക് ഇന്ന് ഭക്ഷണമില്ല, നിനക്ക് ശിക്ഷയായിട്ട് ഇന്ന് ഭക്ഷണമില്ല എന്ന് പറഞ്ഞു. 9-ാമത്തെ ദിവസമായപ്പോൾ ട്രെയിനർ വീണ്ടും വന്നു. ട്രെയിനർ വന്ന സമയത്ത് ട്രെയിനറിന്റെ കയ്യിൽ ഒരു പുല്ലിന്റെ കെട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ കടുവക്ക് ഈ പുല്ലിന്റെ കെട്ട് കൊണ്ട് പറഞ്ഞു, നീ ഇന്നു മുതൽ ഈ പുല്ല് ഭക്ഷിക്കുക. അന്നേരം കടുവ പറഞ്ഞു, ഇതെന്താണ്, ഞാൻ ഈ പുല്ല് ഭക്ഷിക്കുന്നതല്ലോ, ഞാൻ ഇറച്ചിയല്ലേ ഭക്ഷിക്കാറുള്ളത്. അന്നേരം ട്രെയിനർ പറഞ്ഞു, ഇന്ന് മുതൽ നീ പുല്ല് മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കടുവക്ക് വളരെയധികം വിശപ്പ് ശക്തമായി. ഈ കടുവ പുല്ല് തിന്നാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ എങ്ങനെയാണിട്ടും ആ കടുവക്കത് പറ്റുന്നില്ല. കുറച്ചു നേരം അങ്ങോട്ട് മാറിയിരുന്നു. വീണ്ടും വന്നു, വീണ്ടും പുല്ല് കഴിക്കാൻ ശ്രമിച്ചു തുടങ്ങി. അവസാനം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കടുവ വിശന്ന് ഒന്നും കിട്ടാതെ ഈ പുല്ല് കഴിക്കുകയായിരുന്നു. 10-ാം ദിവസമായപ്പോൾ ആരെയും കാണുന്നില്ല. ട്രെയിനറും വന്നില്ല, ഈ വിദ്യാർത്ഥികളും വന്നില്ല. അവിടെ ആ കടുവയും അതിൻ്റെ കൂടും മാത്രം ബാക്കിയായി. കടുവ അവിടുത്തെ ഒരു പൗരനും ആ കടുവയുടെ ഒരു പട്ടണവുമായിട്ട് അവർ രണ്ടുപേരും അവിടെ മാത്രം ബാക്കിയായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത്. വളരെ രസമുള്ള പാഠഭാഗമായിരുന്നു. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവസാനത്തിലൊരു ഹുലാസയും കൊടുക്കുന്നുണ്ട്. ഹുലാസയിൽ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഡൈമെൻഷനാണ് പറയുന്നത്. ഇവിടെ ഈ ഒരു കഥയിൽ അൽ-ഔദ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ കഥയിൽ അത് 2 രീതിയിൽ നമുക്ക് നോക്കി കാണാൻ കഴിയും. ഒന്ന് റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ, അഥവാ അവളെന്താണ് ഒരുപാട് നല്ല രീതിയിൽ സ്നേഹിക്കുന്നു, പക്ഷേ ഇങ്ങോട്ട് സ്നേഹം കിട്ടാതിരിക്കുന്നു, ആ ഒരു അവസ്ഥയിൽ റിയലൈസേഷൻ ചെയ്യാം. അതേപോലെ തന്നെ സിംബോളിസം വേണമെങ്കിൽ ചെയ്യാം. അതായത് ഇപ്പോൾ
ആധുനികവൽക്കരണവും അതേപോലെ തന്നെ സംഭവങ്ങളൊക്കെ വന്നതോടുകൂടെ ആളുകൾക്ക് മനുഷ്യന്മാർക്ക് മൂല്യങ്ങളെക്കുറിച്ചുള്ള ധാരണ കുറവായി. ആ രീതിയിൽ നമുക്ക് പറയാൻ കഴിയും. അതേപോലെ തന്നെ നദറ എന്നുള്ള പാഠത്തിൻ്റെ ആ ഒരു ഹെഡിങ്, ആ ഹെഡിങ്ങിൽ നോക്കുകയാണെങ്കിൽ അവിടെ രണ്ട് നോട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, ആ കുട്ടിയെ അയാൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തത്, ആ കുട്ടിയുടെ പ്രായത്തിലുള്ള കുട്ടികൾ എന്താണ് സന്തോഷത്തോടു കൂടെ കളിക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ രണ്ട് നോട്ടങ്ങൾ ഉണ്ടായത് കാരണത്താലാണ് അവിടെ നദറ എന്നുള്ള ഇത് വരുന്നത്. അതേപോലെ തന്നെ മൂന്നാമത്തെ കഥയിൽ നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്ക് എടുത്തുകൊണ്ട് എന്ത് ചെയ്യാണ് ഒരാളെ ഭരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അവരുടെ ആയുധം എന്താണ്? ഭക്ഷണമാണ്. ഇത്രയും പോയിന്റുകളൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ആ ഉല്ലാസം കൂടെ വായിച്ചു നോക്കാം. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറും വായിച്ചു നോക്കാം. ഈ ഭാഗത്തു നിന്ന് കാര്യമായിട്ട് എസ്എ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. ഒന്നെങ്കിൽ ഷോർട്ട് സ്റ്റോറിയെ കുറിച്ച് ആമൻ ചോദിക്കും, ജനറലായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും മുഹമ്മദ് തൈമൂറിനെ കുറിച്ചോ അല്ലെങ്കിൽ യൂസുഫ് ഇദ്രീസിനെ കുറിച്ചോ ഏതെങ്കിലും ഒരാളെ കുറിച്ചും ചോദിക്കാവുന്നതാണ്. ഏതായാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.